ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ദാ ഇവിടെ ചെറിയ മഴയൊക്കെയാണ് കേട്ടോ. രാവിലെ നല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പം മഴയാണ് കേട്ടോ. മഴ തുടങ്ങിയതിന് ശേഷം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, മഴയാണല്ലോ. മഴ വന്നാൽ നമുക്കൊക്കെ മഴ തന്നെ ബുദ്ധിമുട്ട്, വെയിലാണെങ്കിൽ വെയിൽ തന്നെ ബുദ്ധിമുട്ട്. അപ്പോൾ ശരിക്കും മഴയും വെയിലും എല്ലാം നമുക്ക് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ശരിക്കും രണ്ടെണ്ണം വേണ്ടത് തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് മഴ വരുമ്പം അയ്യോ മഴയാണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കും അല്ലേ. വെയിൽ വന്നാലും അതുപോലെ തന്നെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ എന്താ കഥയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ സംസാരിച്ച് നമ്മുടെ വീഡിയോ അങ്ങനെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ രാവിലത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നിങ്ങൾ എൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ട്? 2-3 ദിവസമൊക്കെ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ കണ്ടത്. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ രാവിലത്തെ ചെറിയ കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കൂട്ടുകാരെല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്കയും സവോളയും പച്ചമുളകും എല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിഞ്ഞെടുത്ത് നമ്മുടെ കോവയ്ക്കയൊക്കെ എണ്ണയൊക്കെ നമ്മുടെ ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുകൊക്കെ ഇട്ടിട്ട് ഞാൻ 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച കോവയ്ക്കയൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കോവയ്ക്ക മെഴുക്കുവരട്ടി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന്. അപ്പം അങ്ങനെ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി അടുപ്പയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചെറിയ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്നും വിചാരിക്കും രാവിലെ എന്നും എഴുന്നേറ്റൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് രാവിലത്തെ ചെറിയ കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ കുഞ്ഞു വ്ളോഗൊക്കെ എടുക്കണമെന്ന്, പിന്നെ മടി പിടിച്ച് പോകുന്നതുകൊണ്ടാണ് കേട്ടോ എടുക്കാത്തത്. അപ്പോൾ ചില ദിവസം ഇതുപോലെ ഒരു നല്ലൊരു മൂഡൊക്കെ തോന്നുന്ന ദിവസം ഇതുപോലെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ എടുക്കും. അപ്പം രാവിലെ നമുക്ക് നല്ല തിരക്കായിരിക്കും. ഇപ്പം നമ്മുടെ ശാമിക മോക്ക് സ്കൂളിലൊക്കെ പോകേണ്ടതുകൊണ്ട് രാവിലെ 8:30 ക്ലാസ് തുടങ്ങും കേട്ടോ. അപ്പം രാവിലെ അടുക്കളയിലെ പണിയൊക്കെ തീർത്ത് ജോലിയൊക്കെ തീർത്ത് പിന്നെ ഹസ്ബൻഡിനും 8:30 പോകണം. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ പോണത്. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്കിന് എൻ്റെ അടുക്കളയിലെ കുക്കിങ് കാര്യങ്ങളെല്ലാം തീരണേ. അതിനിടയിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ചില ദിവസം നമുക്ക് എന്താ പറയുന്നത്, തിരക്കൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുക്കാനും പിന്നെ കുക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ കോവയ്ക്കാൻ മെഴുക്കുവരട്ടി അപ്പുറത്ത് റെഡിയായി. പിന്നെ ആദ്യം കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ, അതൊന്ന് ചൂടാക്കി വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഉലുവായും കുറച്ച് ജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ. കുറച്ച് ജീരകവും എല്ലാം ഇട്ടിട്ട് അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഈ മോരുകറി സിമ്പിളായിട്ടുള്ള മോരുകറിയാണേ. അപ്പോൾ നമുക്ക് തേങ്ങയൊന്നും അരയ്ക്കാതെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മോരുകറിയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ മോരുകറിക്കുള്ള നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പലരും പല രീതിയിലൊക്കെ ആയിരിക്കും കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ വെക്കുന്നത്. ചില ആൾക്കാർ തേങ്ങാക്കൊത്തൊക്കെ ഇടാറുണ്ട്. ഞാനും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ വെക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ തേങ്ങ പൊട്ടിച്ചതില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ പുതിയ തേങ്ങ പൊട്ടിക്കാൻ പോയില്ല കേട്ടോ, പൊതിക്കാൻ പോയില്ലേ. അപ്പം ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിങ്ങനെ നന്നായിട്ട് വെള്ളം എല്ലാം വറ്റിച്ച് നല്ല ഫ്രൈ ആക്കി എടുക്കുമ്പം നല്ല ടേസ്റ്റാണ് കോവയ്ക്ക ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴേ, ഇങ്ങനെ മെഴുക്കുവരട്ടി വെക്കുമ്പം. അപ്പോൾ അങ്ങനെ നമ്മുടെ മോരുകറി സവോളയെല്ലാം വഴണ്ട് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ മോരും കൂടെ ചേർത്ത് തൈരും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മോരുകറിയും റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി, പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അധികം വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മോരിങ്ങനെ നല്ല തിക്കായിട്ട് എടുക്കത്തില്ല, അപ്പം നല്ലൊരു പ്രത്യേക സ്വാദായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് ചാറൊക്കെ വേണമെന്നുള്ളവർക്ക് കുറച്ച് ചാറിലൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കറിയെല്ലാം റെഡിയായതിന് ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ നല്ല ചൂട് വെള്ളത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കുവാണേ. അപ്പം നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുത്തത്. തിളച്ച വെള്ളം ഒഴിച്ച് മാവ് നന്നായിട്ട് നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇടിയപ്പം ഇവിടെ നമ്മുടെ ശാമിയയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ സ്കൂളിലും ഇതൊക്കെയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണേ.
നേരത്തെ LKG-യിലും UKG-യിലൊക്കെ ആയിരുന്നു ഇപ്പോൾ 12 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 1ാം ക്ലാസ് ആയപ്പോഴത്തേക്കിന് 2 മണി വരെ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം 2 മണി വരെ ഇരിക്കുന്നത് കൊണ്ട് നേരത്തെ രാവിലെ എന്തെങ്കിലും നമ്മുടെ ബിസ്ക്കറ്റ്, മിക്സർ, ചിപ്സ് അങ്ങനത്തെ ചെറിയ ചെറിയ സ്നാക്സൊക്കെ ആയിരുന്നു കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ 2 മണി വരെ ഇരിക്കേണ്ടതുകൊണ്ട് രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് അത് ഞാൻ ടിഫിനായിട്ട് അങ്ങ് കൊടുത്തു വിടും കേട്ടോ. അപ്പം ഇടിയപ്പമൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇടിയപ്പവും ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പം മിക്കപ്പോഴും സ്കൂളിൽ കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടിയപ്പമൊക്കെ ഇങ്ങനെ നമ്മുടെ ഇടിയപ്പ തട്ടിനകത്ത് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടിയപ്പം എല്ലാം അടുപ്പയിൽ വെച്ചു കേട്ടോ. പിന്നെ ഇടിയപ്പത്തിന് കറി ഇന്നലത്തെ കുറച്ച് കടലക്കറി, പുട്ടിൻ്റെ കടലക്കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടിയപ്പം ഇന്നേ. പിന്നെ അതെല്ലാം ഇടിയപ്പം അടുപ്പയിൽ വെച്ചിട്ട് ഞാൻ നമ്മുടെ ശാമിക മോളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫാൻ അങ്ങ് ഓഫ് ചെയ്തേ. ഫാൻ ഓഫ് ചെയ്തിട്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് നാളെ എഴുന്നേറ്റ് കേട്ടോ. എഴുന്നേക്കാനൊക്കെ ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. രാവിലെ ഇപ്പം നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് എഴുന്നേക്കത്തില്ല കേട്ടോ. അല്ലെങ്കിലും എഴുന്നേക്കാൻ രാവിലെ മടിയാണ് കേട്ടോ. ഇപ്പം ഇത്രയും നാൾ സ്കൂളിൽ ലീവൊക്കെ ആയിരുന്നുകൊണ്ട് 10-10:30 ആകുമ്പോഴായിരുന്നു എഴുന്നേറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ സ്കൂള് തുറന്നത് കൊണ്ട് നേരത്തെ എഴുന്നേക്കണമല്ലോ. 8:30 ആകുമ്പോൾ സ്കൂൾ തുടങ്ങുമല്ലോ. അപ്പം ഞാനൊരു 7:30 കഴിയുമ്പോഴത്തേക്കിന് പോയി വിളിക്കും കേട്ടോ. വിളിച്ച് ചില ദിവസം എഴുന്നേക്കാൻ തീരെ മടിയാണ്. ചിലപ്പം ഞാൻ ചെന്ന് വിളിക്കുമ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നെന്തോ നല്ല മൂടുണ്ടായിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് വഴക്ക് കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ചെന്ന് വിളിച്ച് ആളെന്ത് ചെയ്താൽ പുതയ്ക്കത്തില്ല കേട്ടോ. എത്ര തണുപ്പാണേലും പുതയ്ക്കാതെയാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും ആൾ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് പുതപ്പൊക്കെ ഇട്ട് പുതയ്ക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ വിളിച്ച് എഴുന്നേക്കാനൊക്കെ പറയുവാണ് കേട്ടോ. ആദ്യം എഴുന്നേക്കത്തൊന്നും ഇല്ലായിരുന്നു. അമ്മ എടുക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, കുഞ്ഞ് എഴുന്നേറ്റ് വാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പതുക്കെ ഒന്ന് പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ചു കേട്ടോ. പിന്നെ എഴുന്നേറ്റ് പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചില്ല. കുളിപ്പിക്കാനായിട്ട് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് രാവിലെ അങ്ങനെ ഇപ്പോൾ കുളിപ്പിക്കുന്നില്ല കേട്ടോ. പല്ലൊക്കെ തേപ്പിച്ച് മുഖമൊക്കെ കഴുകി അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകണത് കേട്ടോ. മഴ ആയതുകൊണ്ടാണ് രാവിലെ കുളിപ്പിക്കാത്തത്. ചില ദിവസം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കും കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ശാമിക മോള് വീണ്ടും കണ്ണൊക്കെ അടിച്ച് ചുമ്മാ കിടക്കുവാണേ. അപ്പോഴാണ് കണ്ടത് ഞാനവിടെ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ എഴുന്നേക്കാൻ വയ്യാതായേ. പിന്നെ എന്നിട്ട് ഒരു വിധത്തിൽ ഞാൻ പിടിച്ച് പൊക്കി എഴുന്നേറ്റ് പിന്നെ വന്ന് അടുക്കളയിൽ വന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടോ. അപ്പോഴത്തേക്കിന് അടുപ്പയിലൊക്കെ വെച്ചിട്ട് പോയ നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇടിയപ്പമൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ചായയും എല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ. ചായയൊക്കെ റെഡിയായി വരുന്ന സമയം നമ്മുടെ ശാമിക തന്നെ ബ്രഷൊക്കെ ചെയ്തു കേട്ടോ. ആ കാര്യമൊക്കെ തന്നെ ചെയ്യും കേട്ടോ. രാത്രിയിലാണേലും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ തന്നെ പല്ല് തേക്കും. രാവിലെ ആണേലും തന്നെ പല്ല് തേക്കും കേട്ടോ. ചില ദിവസം തന്നെത്താൻ കുളിക്കുകയും ചെയ്യുവേ. അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയം നമ്മുടെ ശാമിക പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ ഒരുക്കി റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് ചായയൊക്കെ കൊടുത്ത് സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടാ. അപ്പോൾ അങ്ങനെ സ്കൂളിൽ പോകാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് ഞാൻ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.